4 അപ്പോൾ ചെറിയൊരു ആവശ്യമായിട്ട് ഞാൻ രാത്രി പുറത്തോട്ട് ഇറങ്ങിയാട്ടോ വണ്ടി എടുത്ത്. ഇന്ന് എൻ്റെ പേടകത്തിലല്ല ഞാൻ വന്നിട്ടുള്ളത്, സ്കൂട്ടിയിലാണ് കേട്ടോ. ഈ പേടകത്തിലാണ് ഞാൻ വന്നത്. ബൈക്ക് ഓടിക്കുന്ന പോലെ കാലിൻ്റെ ഇടയിൽ ഇറക്കി പിടിക്കാൻ സ്കൂട്ടിയിലൊന്നും ഇല്ലെങ്കിലും അതിൻ്റേതായ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിലും സ്കൂട്ടി ഓടിക്കുന്ന ഒരു ഫണ്ണാണ് കേട്ടോ. ഹെഡ്ലൈറ്റിൻ്റെ പവറിൽ ഇത്രേനേക്കാളും താഴെയാണെങ്കിലും ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു വ്യാപ്തി അടിക്കുന്ന ആ ഒരു ഏരിയ സ്കൂട്ടിയിൽ ഭയങ്കരമായിട്ട് കൂടുതലാണ്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ രാത്രി ഓടിച്ചപ്പോഴത്തേക്കും വീട്ടിൽ അപേക്ഷിച്ച് എനിക്ക് സ്കൂട്ടിയിലോട്ട് വന്നപ്പോഴത്തേക്ക് സ്വർഗ്ഗം പോലെ തോന്നി കേട്ടോ. അങ്ങനെ പോയ കാര്യം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന വഴിക്ക് ഒരു ചായ കുടിച്ചാലോ എന്ന് തോന്നി. അങ്ങനെ ഞാനൊരു ചായ പറഞ്ഞു കേട്ടോ. കഴിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട കടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കടിയൊന്നും വേണ്ടാന്ന് വെച്ചേട്ടാ. തന്തവയവാണെന്ന് തോന്നരുത്, ചായക്ക് മധുരം കുറച്ചാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ തമിഴ് പയ്യൻ്റെ ഒരു ചായയും കുടിച്ച് ഞാൻ അവിടെ നിന്ന്. തമിഴ് പയ്യൻ ഒരു രക്ഷയല്ല, ഉള്ള കടികൾ എടുത്ത് തീർക്കുന്നു പറഞ്ഞ് എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ മുതലാളി വീട്ടിൽ വിടില്ല, എനിക്ക് നേരത്തെ പോയി ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് അവൻ വിടാമുയർച്ച ചെയ്ത് എന്നെ കൊണ്ട് കടി വാങ്ങിപ്പിക്കുള്ള എല്ലാ പരിപാടിയും ഒന്ന് നോക്കിയിട്ടാ. അവസാനം അവൻ എന്ത് പറഞ്ഞിട്ട് ഞാൻ വാങ്ങൂലെന്ന് പറഞ്ഞ ആശാനം എൻ്റെ ബിസിനസ് തന്ത്രം പുറത്തെടുത്തിട്ടാ. 4 കടി കൂടെ 10 രൂപ തരാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 20 രൂപയ്ക്ക് ഒരു ചായയും കുടിച്ച് 4 കടിയും പാഴ്സൽ വാങ്ങി ഞാൻ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ.